തിരുവനന്തപുരത്തെ കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലെത്തി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വെറുതെക്കാട്ടെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, ഇപ്പോഴും കേസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ധനവകുപ്പ് അടക്കം തന്റെ കക്ഷികൾക്ക് വേണം, ഒപ്പം താൻ ആവശ്യപ്പെടുന്ന മന്ത്രിസ്ഥാനം വേണമെന്നടക്കമുള്ള നിലപാടിലാണ്. അങ്ങനെ ഒരു സമവായ നീക്കം ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്, അല്ലേ? KP കൊണ്ടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഘടകകക്ഷി നേതാക്കളെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല നേരത്തെ കണ്ടു, പാണക്കാട്ടെത്തി ഹൈദരാലി തങ്ങളെ കാണുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നു, സമവായ ചർച്ചകൾ നടക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. പരമാവധി കെ.സി. വേണുഗോപാലിനെ അനുനയിപ്പിക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഈ നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ നാലാഞ്ചേരിയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രതികരിക്കും. കെ.സി. വേണുഗോപാൽ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ 6 മന്ത്രിമാർ വേണം എന്നടക്കമുള്ള ചില കാര്യങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു സമവായം ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു തീരുമാനം എത്തിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക്, നാലാഞ്ചേരി വസതിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി നേതാക്കൾ രാവിലെ മുതൽ തന്നെ കെ.സി. വേണുഗോപാലിനെ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ എത്തിയിരുന്നു. സണ്ണി ജോസഫ് അടക്കം, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ നേരത്തെ രാവിലെ തന്നെ എത്തിയിരുന്നു. നിരവധി ഗ്രൂപ്പിലെ അടക്കമുള്ള നിരവധി നേതാക്കൾ ആദ്യം ഇവിടെ എത്തിയും തുടക്കത്തിൽ ഇവിടെ എത്തിക്കുക അനുനയ നീക്കങ്ങൾ നടക്കുന്നത് ശുഭപ്രതീക്ഷ ഉണ്ട് എന്നായിരുന്നു തുടക്കത്തിൽ സണ്ണി ജോസഫ് അടക്കം പറഞ്ഞത്. എന്തായാലും ചർച്ചകൾ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ തന്നെ കെ.സി. വേണുഗോപാൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരടക്കം തട്ടിക്കയറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം ഒരു നിലയിലേക്ക് എത്തുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്ന നിലവിൽ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഇന്ന് തന്നെ തീരുമാനങ്ങൾ എത്തിക്കണം. മന്ത്രിസഭാ രൂപീകരണവുമായി അടക്കമുള്ള കാര്യങ്ങൾ, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി നേതാക്കളെ കാണുകയും അതോടൊപ്പം തന്നെ നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുവാനാണ് തീരുമാനിക്കുന്നത്. 6 മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ. അതോടൊപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ കെ.സി. വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികൾ മറ്റു രീതിയിൽ നിലനിൽക്കുന്നുണ്ട്.